അസ്സലാമു അലൈക്കും. എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഓദിക്കൻസ് മെലഡി ഫെസ്റ്റിൻ്റെ മത്സര വിജയികളെ പ്രഖ്യാപിക്കേണ്ട സമയം ആഗതമായിരിക്കുകയാണ്. വളരെ ഓവർവെൽമിംഗ് ആയിട്ടുള്ള റെസ്പോൺസസാണ് നമുക്ക് ലഭിച്ചത്. മൊത്തം 44 പേരിൽ നിന്ന് 63 എൻട്രീസ് ലഭിച്ചു. സോളോ സോങ്ങിൽ സീനിയർ വിഭാഗത്തിൽ 23 കണ്ടസ്റ്റൻസിൽ നിന്നും 29 എൻട്രീസ് നമുക്ക് ലഭിച്ചു. സോളോ സോങ് ജൂനിയർ വിഭാഗത്തിൽ ആകെ 6 കണ്ടസ്റ്റൻസേ പങ്കെടുത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അതൊരു മത്സരത്തിനായിട്ട് ഇടേണ്ട എന്നാണ് ജഡ്ജസ് തീരുമാനിച്ചത്. കൂടാതെ ഈ സോളോ സോങ് ജൂനിയർ വിഭാഗത്തിൽ എല്ലാവരും തന്നെ ഒന്നിനൊന്ന് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും മത്സര വിജയികളായി പ്രഖ്യാപിക്കാം എന്നതാണ് ജഡ്ജസ് തീരുമാനിച്ചത്. സോളോ സോങ് സബ് ജൂനിയർ വിഭാഗത്തിൽ നിന്ന് നല്ല റെസ്പോൺസസാണ് നമുക്ക് ലഭിച്ചത്. മൊത്തം 7 പേരിൽ നിന്ന് 13 എൻട്രീസ് നമുക്ക് ലഭിച്ചു. സോളോ സോങ് കിഡീസ് വിഭാഗത്തിൽ നിന്ന് 9 പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു, 11 എൻട്രീസും. പിന്നെ ഗ്രൂപ്പ് സോങ്ങിൽ ആകെ 2 എൻട്രീസ് മാത്രമേ നമുക്ക് ലഭിച്ചുള്ളൂ. ജൂനിയർ ആൻഡ് സബ് ജൂനിയർ 1 എൻട്രി ഈച്ച്. അതുകൊണ്ട് തന്നെ അതും മത്സരത്തിനിടണ്ട എന്നാണ് ജഡ്ജസ് തീരുമാനിച്ചത്. അവർക്കും തക്കതായ സമ്മാനങ്ങൾ ലഭിക്കുന്നതായി. ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് വിഭാഗത്തിൽ നിന്ന് വളരെ കുറച്ച് റെസ്പോൺസസാണ് കിട്ടിയത്. 1 സീനിയർ, 2 ജൂനിയർ, 2 സബ് ജൂനിയർ. അതുകൊണ്ട് തന്നെ ആ വിഭാഗവും നമ്മൾ മത്സരത്തിനായി വെച്ചില്ല. അതിൽ പങ്കെടുത്ത എല്ലാ കണ്ടസ്റ്റൻസിനും സമ്മാനങ്ങൾ കൊടുക്കുന്നതായി. പിന്നെ ഈ 44 കണ്ടസ്റ്റൻസിൻ്റെയും എല്ലാ പെർഫോമൻസസും നിങ്ങൾക്കും കാണാനും കേൾക്കാനും ഞങ്ങൾ അവസരമൊരുക്കുകയാണ്. ഇവരുടെ എല്ലാ പെർഫോമൻസസും അധികം വൈകാതെ തന്നെ ഓദിക്കൻ ഫാമിലിയുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതെല്ലാം നിങ്ങൾ കണ്ട് ആസ്വദിക്കുക. മുകളിൽ പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം. മത്സരത്തിനായി പരിഗണിച്ച വിഭാഗങ്ങൾ: സീനിയർ സോളോ സോങ്, സബ് ജൂനിയർ സോളോ സോങ്. ഈ വിഭാഗങ്ങളിലെ മത്സര വിജയികളെ പ്രഖ്യാപിക്കുന്നതിനായി മൊഹിയുദ്ദീൻ ഖാനെയും ഷംസുഖാനെയും സാദരം ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും. നമ്മുടെ ഇക്കഴിഞ്ഞ മെലഡി കോമ്പറ്റീഷനിൽ സീനിയർ സോളോ സോങ് മത്സരങ്ങളിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് 2 പേരാണ്. 1 ഫാത്തിമ ഹാരിസ്, 2 അക്മർ ജബീൽ. 2ാം സ്ഥാനം നസീറ മൂസ, 3ാം സ്ഥാനം അമർ ഘോഷ്. ഞാൻ ഇത് അനൗൺസ് ചെയ്യാൻ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എനിക്ക് ഇനി പ്രത്യേകമായിട്ട് പറയാനുള്ളത്, നമ്മളെ ഈ ഓദിക്കൻ ഫാമിലി ഗെറ്റ് ടുഗദർ തുടങ്ങിയ സമയത്തുണ്ടല്ലോ, അതിൻ്റെ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു ഇത്രയും സന്തോഷത്തോടുകൂടി എല്ലാവരും കൂടി പങ്കെടുക്കുമെന്ന് വിചാരിച്ചിട്ടില്ല. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ വളരെയധികം കുട്ടികളായാലും മുതിർന്നവരായാലും പ്രായമുള്ളവരായാലും ഞങ്ങളെപ്പോലുള്ളവരെല്ലാവരും തന്നെ ഇത് കേൾക്കുകയും കാണുകയൊക്കെ ചെയ്തിട്ട് ഭയങ്കര സന്തോഷത്തിലാണ്. അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും. ഇക്കഴിഞ്ഞ മെലഡി സബ് ജൂനിയർ സോളോ സോങ് മത്സരത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് സഫറിയാസ്. 2ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് സനറിയാസ്. 3ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് റിഹാൻ ഷഹീർ. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഈ പ്രോഗ്രാമിൽ ആരെല്ലാം ഉണ്ടായിട്ടുണ്ടോ എല്ലാവർക്കും പ്രത്യേകിച്ച് അഭിനന്ദനം. താങ്ക് യു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അങ്ങനെ നമ്മുടെ മ്യൂസിക് കോമ്പറ്റീഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞു. ജഡ്ജിങ് പാനലിലെ ഒരു അംഗമെന്ന നിലയിൽ നിങ്ങളുടെ മുമ്പിലേക്കായി 3 കാര്യങ്ങൾ ഞാൻ അവതരിപ്പിക്കുകയാണ്. ഒന്നാമതായി, നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ ജഡ്ജിമാരെല്ലാവരും പാട്ടുപാടി ഈ മത്സരത്തിനായി അയച്ചിരുന്നു. എന്നാൽ ജഡ്ജസിൻ്റെ എൻട്രികൾ മത്സരത്തിനായി പരിഗണിച്ചില്ല. രണ്ടാമതായി, ജഡ്ജസിൻ്റെ മക്കളുടെ ഇവാലുവേഷൻ ചെയ്യുന്നതിൽ നിന്നും അവരവർ മാറി നിന്നിട്ടുണ്ട്. മൂന്നാമതായി,
ജൂറിയുടെ പ്രത്യേക പരാമർശത്തിന് അർഹരായ 2 പേരുണ്ട്. ഒന്ന് ഹൈറുനിസ ഷംസുദ്ദീൻ. അവരുടെ പാട്ട് വളരെ ശ്രദ്ധിക്കപ്പെട്ട രീതിയിൽ പാടി എന്നുള്ളതാണ് പരാമർശം. രണ്ടാമതായി നാസർ വടക്കനോടി വളരെ ക്രിയേറ്റീവായി സ്വന്തം ഒരു പാട്ട് രൂപപ്പെടുത്തി അത് പാടി എന്നുള്ളതിലാണ് ജൂറിയുടെ പ്രത്യേക പരാമർശം നേടിയിരിക്കുന്നത്. താങ്ക് യു.